എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മാറ്റ്ലാബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. എന്താണ് ആ സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയും എന്ന് കരുതുന്നു. മാറ്റ്ലാബ് എന്നതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ആൻഡ് ന്യൂമറിക് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം used by millions of engineers and scientists to analyze data, develop algorithms, and create models. ഡേറ്റ അനലൈസ് ചെയ്യാനും അതേപോലെ അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യാനും മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനുമായിട്ട് എഞ്ചിനീയേഴ്സ് സയൻറ്റിസ്റ്റുകൾ വളരെ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണിത്. ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രധാനമായിട്ടും മാത്തമാറ്റിക്സുമായിട്ട് കണക്റ്റഡ് ആണ്. മാത്തമാറ്റിക്സിൽ മെട്രിക്സ്, ആൾജിബ്ര അല്ലെങ്കിൽ ഡേറ്റയെ നമ്മൾ അറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത്തരത്തിലുള്ള ഡേറ്റകളെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാം. അതേപോലെ സ്ക്രിപ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും കോഡ് എഴുതി കമ്പൈൻ ചെയ്ത് അതിനെ റൺ ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ട് കാണാനും, അത് ഗ്രാഫിക്കൽ ഔട്ട്പുട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഔട്ട്പുട്ടായിരിക്കാം. ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും മാറ്റ്ലാബിന് ഉണ്ട്. ഈ മാറ്റ്ലാബ് എന്ന് പറയുന്ന ആ വാക്ക്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മെട്രിക്സ് ലബോറട്ടറി എന്നാണ്. മാത്ത് വർക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണിത് ഡെവലപ്പ് ചെയ്തത്. ഈ മാറ്റ്ലാബിൽ പ്രധാനമായിട്ടും ടൂൾ ബോക്സുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ ടൂൾ ബോക്സിൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് ആ ഫീൽഡിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും കോഡ് ചെയ്യാനും കഴിയുന്നു. അതുപോലെ നമുക്ക് ഈ ഡേറ്റ അനാലിസിസിനെ വളരെ ചെറിയ ചേഞ്ചസ്, കോഡിൽ വളരെ ചെറിയ ചേഞ്ചസ് വരുത്തി നമുക്കിതിനെ സ്കെയിൽ ചെയ്യാൻ കഴിയും. അതേപോലെ കോഡിൽ നമ്മൾ ചെറിയ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി, മൊത്തത്തിൽ മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. ആ ചെറിയ ചേഞ്ച് വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഫങ്ഷൻസ് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ കഴിയും. ആദ്യമായിട്ട് മാറ്റ്ലാബിനെ പറ്റി പഠിക്കാൻ ഏറ്റവും എളുപ്പം മാറ്റ്ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുത്ത് അതിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. ഞാൻ മാറ്റ്ലാബ് റൺ ചെയ്ത് കാണിക്കാം. ഇതാണ് മാറ്റ്ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് സിമ്പിൾ. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. മാറ്റ്ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സിമ്പിളാണ് അതിൽ കാണുക ഡെസ്ക്ടോപ്പിൽ. ഞാനിവിടെ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്രീൻ കാണുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹോം എന്ന് പറയുന്ന ഒരു ഡിവിഷൻ്റെ കീഴിൽ ഒരുപാട് സബ് ഓപ്ഷൻസ് ഉണ്ട്. പുതിയ സ്ക്രിപ്റ്റ് എഴുതാനുള്ള, അതേപോലെ സ്ക്രിപ്റ്റ് ഓപ്പൺ ആക്കാനുള്ളത്, ഫയൽസിനെ കണ്ടെത്താൻ, കമ്പയർ ചെയ്യാൻ, ഇമ്പോർട്ട് ഡേറ്റ, വർക്ക് സ്പേസിൽ ഡേറ്റ സേവ് ചെയ്യാൻ. ഡേറ്റ സേവ് ചെയ്യുന്നത് വർക്ക് സ്പേസിലായിരിക്കും. അത് സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ സിമുലിങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് പിക്ചോറിയൽ മോഡാണ്. അതായത് നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചുകൊണ്ട് അതിനെ റൺ ചെയ്യിപ്പിക്കുന്ന ഒരു പിക്ചോറിയൽ, ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ്. നമ്മളതെല്ലാം വിശദമായിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതിനകത്ത് കമാൻഡ് വിൻഡോ എന്ന് പറയുന്ന ഒരു വിൻഡോയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ ഈ
കഴ്സർ മൂവ് ചെയ്യിപ്പിക്കുന്ന ഈ ഭാഗം കമാൻഡ് വിൻഡോയാണ്. അതുപോലെ കറണ്ട് ഫോൾഡർ എന്തൊക്കെയാണ് ഉള്ളത്, നേരത്തെ റൺ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യുന്നതുമായിട്ടുള്ള കറണ്ട് ഫോൾഡേഴ്സ്, അത് ഈ ഒരു സെക്ഷൻ ഉണ്ടാകും. വർക്ക് സ്പേസ്, നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ്, അതിൻ്റെ വാല്യൂസ്, ഇതെല്ലാം ഇവിടെയായിരിക്കും തെളിഞ്ഞു വരിക. ഇതും ഞാൻ പിന്നീട് വിശദമായിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം. ആദ്യം ഇതിനെപ്പറ്റി അറിയണം, ഈ മാറ്റ്ലാബിനെ പറ്റി കൂടുതൽ അറിയാനും അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാനുമായിട്ട് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു മാർക്കർ ഇവിടെ കാണാൻ കഴിയും. ഈ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് പല ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ ആദ്യം സെലക്ട് ചെയ്യുക. ഡോക്യുമെന്റേഷൻ നോക്കുന്നത് വഴി മാറ്റ്ലാബിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാറ്റ്ലാബ്, സിമുലിങ്ക്, ടൂൾ ബോക്സ് പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എയറോസ്പേസുമായി ബന്ധപ്പെട്ടതുണ്ട്, ആൻറ്റിന ടൂൾ ബോക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, ഓഡിയോ സിസ്റ്റം, ബയോ ഇൻഫർമാറ്റിക്സ് ടൂൾ ബോക്സ്, ഇങ്ങനെ നിരവധി ടൂൾ ബോക്സുകളുണ്ട്. നമുക്ക് ആദ്യം മാറ്റ്ലാബ്, ആദ്യം അതിൻ്റെ ഇൻട്രഡക്ടറി പാർട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. മാറ്റ്ലാബിനെ നമുക്ക് ബേസിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ടെക്നിക്കൽ കമ്പ്യൂട്ടിംഗ്, സാങ്കേതികമായുള്ള കമ്പ്യൂട്ടിംഗ്, അരിത്തമെറ്റിക് കമ്പ്യൂട്ടിങ്ങിൻ്റെ ലാംഗ്വേജാണ്. ഫസ്റ്റ് വി ഹാവ് ടു ലേൺ ദി ബേസിക്സ് ഓഫ് മാറ്റ്ലാബ്. മാറ്റ്ലാബിൻ്റെ ബേസിക്സ് എന്താണെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. ഇതിൽ ട്യൂട്ടോറിയൽ സെഷൻ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഡെസ്ക്ടോപ്പ് ബേസിക്സ്, നമ്മൾ മാറ്റ്ലാബ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന പിക്ചർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ആദ്യം കാണുന്ന ഫിഗർ ഇങ്ങനെയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇതിനകത്തുള്ള പാനൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കറണ്ട് ഫോൾഡർ, നമ്മൾ ഉപയോഗിക്കുന്ന ഫയലിനെ ആക്സസ് ചെയ്യാൻ കഴിയും. അതുപോലെ കമാൻഡ് വിൻഡോയിലാണ് നമ്മൾ ആവശ്യമായ കമാൻഡുകൾ എഴുതുന്നത്. അത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എഴുതുന്നത്. ഓരോ ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രോംപ്റ്റ് ഉണ്ടായിരിക്കും. ഈ പ്രോംപ്റ്റിൽ ശേഷമാണ്, പ്രോംപ്റ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതിൽ നമുക്ക് ആവശ്യമായ കമാൻഡ് എഴുതുന്നു. ഒരു കമാൻഡ് ലൈൻ കഴിയുമ്പോൾ അടുത്ത കമാൻഡ് ലൈൻ, എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത കമാൻഡ് ലൈനിലേക്ക് വരും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റകൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നത്, ആ ഡേറ്റ കാണുന്നത് വർക്ക് സ്പേസിലാണ്. അപ്പോൾ വർക്ക് സ്പേസ് നോക്കുമ്പോൾ എന്തൊക്കെ ഡേറ്റകൾ നമ്മൾ ഉപയോഗിച്ചു, എന്തൊക്കെ വേരിയബിൾസ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം കാണാൻ കഴിയും. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഓരോ കമാൻഡും ഓരോ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിനെ കോൾ ചെയ്യും. ഉദാഹരണമായിട്ട് ഞാനൊരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിനൊരു പേര് കൊടുക്കുന്നു. ആ പേര് കൊടുക്കുന്നത് ചില വേർഡ്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ ടൈപ്പ് ചെയ്താണ് ഞാൻ ആ പേര് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഈ കോളത്തിൽ നിങ്ങൾ നോക്കൂ, a = 1. എയുടെ വാല്യൂ 1 ആണ്. ഇവിടെ a എന്ന് പറയുന്ന വാല്യൂയിലേക്ക്, വേരിയബിളിലേക്ക് 1 എന്ന വാല്യൂ അസൈൻ ചെയ്യുകയാണ്. സോ a ഈസ് എ വേരിയബിൾ ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ദിസ് കമാൻഡ് a will get the value of 1. മാറ്റ്ലാബ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, മാറ്റ്ലാബ് ഈ വേരിയബിളിനെ, a എന്ന് പറയുന്ന വേരിയബിളിനെ വർക്ക് സ്പേസിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് കമാൻഡ് വിൻഡോയിൽ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ a = 1 എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുമ്പോൾ a = 1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് അവിടെ കാണിക്കുന്നു. നമുക്കിതെല്ലാം പിന്നീട് പ്രാക്ടിക്കൽ സെഷനിൽ വിശദമായിട്ട് നോക്കാം. ആദ്യം ഇതിൻ്റെ ബേസിക്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. a = 1
പോലെ തന്നെ മറ്റ് വേരിയബിൾസിനും വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബി ഈക്വൽസ് 2. അത് എൻ്റർ ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ 2 എന്ന് കാണുന്നു. നെക്സ്റ്റ് വി സെലക്ട് അനദർ വേരിയബിൾ സി, and here we use the addition property. We select C, or we assign C as the sum of A and B. That is, C is equal to A plus B. ഇവിടെ സിയുടെ വാല്യൂ പെട്ടെന്ന് 3 എന്നാണ് വരുന്നത്. കാരണം എക്ക് 1 എന്നും ബിക്ക് 2 എന്നും നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സി ഇവിടെ ഓട്ടോമാറ്റിക്കലി 3 എന്ന് പെട്ടെന്ന് ആൻസർ കിട്ടുന്നു. അതുപോലെ D is equal to, it's another variable, is equal to cos function. This is a trigonometric mathematical function. And cos of A is already we given. A's value is 1. So cos of 1, that mathematical function is calculated and gives the result. So cos 1 equals 0.54. So here we can think that here a mathematical function is called cos function. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ വേരിയബിളിന് വാല്യൂ ടൈപ്പ് ചെയ്യുന്നില്ല എന്ന് കരുതുക. ഉദാഹരണം എ അല്ലെങ്കിൽ ബി, സി ഓർ ഡി ഇങ്ങനെ വാല്യൂസ് വേരിയബിൾ നെയിംസ് കൊടുക്കാതെ നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിന് മാറ്റ്ലാബ് ഡിഫോൾട്ടായിട്ടൊരു വേരിയബിൾ നെയിം കണ്ടെത്തുന്നു. അതാണ് ANS. ANS ഈസ് എ ഷോർട്ട് ഫോം ഫോർ ആൻസർ. റിസൾട്ട് ANS എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഉദാഹരണം സൈൻ എ. ഹിയർ വി ഡസ് നോട്ട് അസൈൻ ദിസ് വാല്യൂ ടു എ സ്പെസിഫിക് വേരിയബിൾ. ഇവിടെ കെ എന്നോ എം എന്നോ ഒക്കെ പറയുന്ന ഒരു വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കുന്നില്ല. മറിച്ച് സൈൻ എ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ ANS എന്ന് പറയുന്ന ലെറ്റേഴ്സ് എഴുതിയാണ് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നത്. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് സെമി കോളൻ ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Suppose here you can see a command E equals A into B semicolon. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെമികോളൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് മാറ്റ്ലാബ് അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് എ ബി മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ആൻസർ കിട്ടേണ്ടതാണ്. പക്ഷെ സെമികോളൻ വരുമ്പോഴത്തേക്കും വാട്ട് MATLAB performs is that it suppresses the output display in the command window. So we will not get any output from this command. ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുന്നതാണ്. ആദ്യം ഇതിൻ്റെ ഒരു തിയറി പാർട്ട് മാത്രം പറഞ്ഞു പോവുകയാണ്. അതുപോലെ മുമ്പ് ടൈപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ള കമാൻഡ്സിനെ വീണ്ടും വിളിക്കാൻ അല്ലെങ്കിൽ വീണ്ടും കാണിക്കാനായിട്ട് നമ്മൾ അപ്പ് ഓർ ഡൗൺ ആരോ കീസ് പ്രസ് ചെയ്താൽ മതി. ഇതാണ് അപ്പ് ആരോ, ഇത് ഡൗൺ ആരോ ആണ്. ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്രീവിയസ് ആയിട്ട്, ഇപ്പോൾ അപ്പാണ് പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഓരോ കമാൻഡ്സുകൾ നമ്മളിവിടെ കൊടുത്ത എയും ബിയും സിയുടെ ഒക്കെ വാല്യൂ ഇവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ ദീസ് ആർ ദി ബേസിക് സ്റ്റെപ്സ് ഇൻ MATLAB. ഇത് ഈ ടോപ്പിക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് മെട്രിസസ് ആൻഡ് അറേസ് എന്നുള്ള സെക്ഷനിലേക്കാണ്. ദിസ് ഈസ് സംവാട്ട് കണക്റ്റഡ് വിത്ത് സം മാത്തമാറ്റിക്സ്.
മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. ഡേറ്റയെ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരു മെത്തേഡാണ് മെട്രിക്സ് ഉദ്ദേശിക്കുന്നത്. സോ വി കം ടു ദാറ്റ് പോയിന്റ്. ഇവിടെയാണ് നമ്മൾ മാറ്റ്ലാബിന്റെ അബ്രിവേഷൻ, മെട്രിക്സ് ലബോറട്ടറി എന്നുള്ള അബ്രിവേഷൻ മാറ്റ്ലാബിന് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത് ഈ അറേയും അതേപോലെ മെട്രിക്സിനെ പറ്റിയും പഠിക്കുമ്പോഴാണ്. ഉദാഹരണം, here I write a sentence or a command like A equals matrix 1, 2, 3, 4. ഇവിടെ ഇതൊരു അറേ ആയിട്ടാണ് എഴുതിയത്. എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ ഈ മെട്രിക്സിന്റെ സിമ്പൽ കാണത്തില്ല, മറിച്ച് 1, 2, 3, 4 എന്ന് റോ ആയിട്ട് എഴുതും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു റോ വെക്ടർ ആണ്. ദിസ് ഇസ് എ റോ വെക്ടർ ഹാവിംഗ് ഓൺലി വൺ റോ. ഇനി ഒന്നിലധികം റോസ് ഉള്ള മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിനായിട്ട് റോസിനെ സെമി കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഉദാഹരണം, ഹിയർ യു ക്യാൻ റൈറ്റ് എ മെട്രിക്സ് വിത്ത് നെയിം എ 1, 2, 3 semicolon 4, 5, 6 semicolon 7, 8, 10. So the answer becomes 1, 2, 3 in first row and 4, 5, 6 in the second row and 7, 8, 10 in the third row, because in between them there is a semicolon. So it is displayed as 3 rows. Clear? ഇനി നമുക്കൊരു മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും? അതിൻ്റെ റോസിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം കൊടുത്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും? ഫോർ എക്സാമ്പിൾ, I want to create a vector അല്ലെങ്കിൽ a matrix having 5 columns and 1 row. Sorry, 5 rows and 1 column. 5 റോയും 1 കോളവുമാണ് എനിക്ക് വേണ്ടത്. All elements in that matrix will be zeros. എല്ലാ നമ്പേഴ്സും 0 ആയിരിക്കണം. അതിൻ്റെ ഡിസ്പ്ലേ ആൻസർ ഇങ്ങനെ കിട്ടുന്നു. Here you can see 5 rows are here, only 1 column is there. So we can create a matrix with a specific number of rows and columns can be created. Next നമുക്ക് മെട്രിക്സ് ആൻഡ് അറേ ഓപ്പറേഷൻസിലേക്ക് പോകാം. Here I write a plus 10. But the value of a is not specified here. But the value of a is the value which we assigned earlier or in the previous steps. A ഇവിടെ നേരത്തെ ഞാൻ കൊടുത്ത എയുടെ വാല്യൂ നമ്മൾ നോക്കിയാൽ മതി. ഇതാണ് ലാസ്റ്റ് ഞാൻ കൊടുത്ത എയുടെ വാല്യൂസ്. ഇതൊരു മെട്രിക്സ് ആയിരുന്നു, 3x3 മെട്രിക്സ് ആയിരുന്നു. ഈ എയുടെ വാല്യൂയോടൊപ്പമാണ് 10 ആഡ് ചെയ്യേണ്ടത്. So every element in this matrix is added to 10. So it becomes 11, 12, 13, 14, 15, 16, 17, 18 and 20. So this is very simple. And next, now we know A and we attach a sine function here, sine of A. Then it becomes the sine function of every element in A, and it will be like this. Next, we go to the transpose of a matrix. All of you know what is a transpose is. Transpose is nothing but changing a row into column or a column into row like that. Here A transpose, A with a small line on the upper right side. ഇങ്ങനെയാണ് എ ട്രാൻസ്പോസ് എഴുതുന്നത്. എ ട്രാൻസ്പോസിന്റെ വാല്യൂ കിട്ടുന്നത് ഇവിടെ 1, 2, 3 എന്ന് പറയുന്നത് കോളമായിട്ട് എഴുതിയിരിക്കുകയാണ്.
പക്ഷെ നേരത്തെ എയിൽ 1 2 3 ഈസ് ഇൻ ദി റോ, but now it is in the column. So the column and row are interchanged with each other. That is the transpose. Matrix multiplication നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ P is equal to A into INB, inverse of A. This command says that first we find the inverse of A matrix, and that inverse matrix is multiplied with A. So all these steps are computed by the MATLAB in one step with very high speed. But suppose if we do this calculation by manual methods, what happened? It will take a lot of time. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അഡ്ജോയിൻ മെട്രിക്സ് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഇതെല്ലാം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ ഇവിടെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മാറ്റ്ലാബിന്റെ പ്രത്യേകത. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ റൂള് ആപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഉദാഹരണം 1/2 എന്ന് പറയുന്ന മെട്രിക്സ്, ആ 1/2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോളംസ് 2 ആണ്, റോ 1 കോളം 2 ആണ്. അപ്പോൾ അത് ഏത് മെട്രിക്സുമായിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ മെട്രിക്സിന്റെ റോ, ആ റോയുടെ വാല്യൂ ആദ്യത്തെ മെട്രിക്സിന്റെ കോളത്തിന്റെ വാല്യൂമായിട്ട് ഈക്വൽ ആകണം. അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരു റൂളാണ്. ആ റൂള് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആണ് എന്നുള്ള രീതിയിൽ മെസ്സേജ് കാണിക്കും. നമ്പേഴ്സ് 2 തരം ഉണ്ടെന്നറിയാം. ഇൻറ്റിജർ വാല്യൂസും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസും ഉണ്ട്. ഇൻറ്റിജർ വാല്യൂസ് ഫോർ എക്സാമ്പിൾ 1 2 3 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. പക്ഷെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണെങ്കിലോ 1 എന്ന് പറയുന്ന നമ്പറിനോടൊപ്പം പോയിന്റും അതിനുശേഷവും ചില വാല്യൂസ് കാണും. അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാറ്റ്ലാബ് എപ്പോഴും വേരിയബിൾസിനെ കാണുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയിട്ടാണ്, അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ആസ് ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ടായിരിക്കും മാറ്റ്ലാബ് അതിനകത്ത് ആ വേരിയബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. Suppose we want to represent our output with a long floating point representation. നമുക്ക് കിട്ടുന്ന വാല്യൂവില് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ പോയിന്റ് കഴിഞ്ഞ് ദശാംശം കഴിഞ്ഞ് ഒരുപാട് നമ്പേഴ്സ് വരുന്നുണ്ടോ എന്നിരിക്കട്ടെ. കാരണം ഒരു ആക്യുറേറ്റ് ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ നമ്പേഴ്സ് വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഫോർമാറ്റ് കമാൻഡ് കൊടുക്കണം. ഫോർമാറ്റ് ലോങ് എന്ന് പറയുന്ന കമാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് means that the variable p is written with as many numbers after the point value. Here you can see p. If p is an integer, then we see that 1 0 minus 0, only that much. But here, since it is written in a format way with a command format long, we got the result as 1.000 etc. number of zeros. And here this variable you can see 0.9999 etc. ലാസ്റ്റ് വാല്യൂ 8 ആണ്. ഇതുപോലെ നമ്മൾ കൂടുതൽ നമ്പേഴ്സിനെ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ കിട്ടാനായിട്ട്
ഫോർമാറ്റ് ലോങ് എന്ന് പറയുന്ന കമാൻഡാണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇത്രയും ലെങ്തി ആവണ്ട, ഷോർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫോർമാറ്റ് ലോങ്ങിന് പകരം ഫോർമാറ്റ് ഷോർട്ട് എന്ന് എഴുതുക. അപ്പം നമുക്ക് ലോങ് ആക്കാനും ഷോർട്ട് ആക്കാനും എളുപ്പമാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഓരോ എലമെന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനായിട്ട് ഡോട്ട് സൈൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എ ഡോട്ട് ഇൻറ്റു എ ഡോട്ട് ഇൻറ്റു എ. അപ്പോൾ എ എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ ഓരോ വാല്യൂ ഇൻഡിവിജ്വലായിട്ട് ഈ ഓരോ എലമെൻറ്റുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഉദാഹരണം 1. എ ഡോട്ട് ഇൻറ്റു എ മീൻസ് 1. 1 into 1. This term, how we get this term? Here the earlier variable is 2. So 2 into 2 become 4. Here earlier it is 3. In the A matrix it is 3. So now it becomes 3 into 3. So element by element we multiply. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. This is not a matrix multiplication. It's an element wise multiplication. അപ്പം അതുപോലെ വേറൊരു എക്സാമ്പിൾ, എ ഡോട്ട് റൈസ് ടു 3. This means that each value of a is raised to 3. Here you can see 1. Earlier the original values are 1, 2 and 3 here. Now it becomes 1 cube, 2 cube and 3 cube. So 1 cube is 1, 2 cube means 2 into 2 into 2, 8. 3 cube, 3 into 3 into 3, 27. In like way, it is written here. So we can do element-wise operations rather than the matrix operation as a whole. Next, we come to another important process called concatenation. And we know that it's somewhat some complicated mathematics is coming here. Complex mathematics is coming. So we coming to a conclusion to this video. And this first video, we only discuss about the basic things. And in the next video onwards, we deal with concatenation and complex numbers and other higher algebra concepts. So now I am coming to the conclusion. So here today we discuss only the basic things, how to add, multiply, multiplication matrix wise as well as element wise, and how to represent the floating point numbers in a long format or in a short format, how to find the inverse, how to take the sine function, so how to create a matrix with only zeros, with a fixed number of rows and columns, etc. So today our class is coming to an end. Thank you all for your active listening and participation. Thank you.